നമസ്കാരം. നമുക്കിന്ന് ഓണം സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി മൈസൂർ രസം ഉണ്ടാക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് തേങ്ങയുടെ കൊത്ത്, അത് ഇതുപോലെ പീസാക്കിയതാണ്. ഒരു 5-10 വറ്റൽമുളക്, പിന്നെ അല്പം കറിവേപ്പില. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നാരങ്ങ വലുപ്പത്തിൽ പുളിയാണ്. അത് പിഴിഞ്ഞ് ഇതുപോലെ 2 കപ്പ് വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ തക്കാളി, അതും ഇതുപോലെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം. ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് നല്ല പോലെ വറ്റിയിട്ട് വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പരിപ്പ്, ഞാൻ നേരത്തെ ഒരു കപ്പ് പരിപ്പ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചേർത്തെടുക്കുന്ന പരിപ്പും തക്കാളി പുളിവെള്ളവും പൊടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി അതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില കൂടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ രസം തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. നെയ്യാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അല്പം കടുക് ചേർത്തെടുക്കാം. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ കായപ്പൊടി അതൊരു സ്പൂണ് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. നമ്മൾ സ്പൈസസൊക്കെ വറുത്ത് ചേർത്ത് പൊടിച്ചത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഈ രസത്തിന്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു രസവും പപ്പടവും അച്ചാറുണ്ടെങ്കിലുണ്ടല്ലോ, ഊണ് കുശാലാണ്. അപ്പോൾ ഈ തവണത്തെ ഓണത്തിന് ഇങ്ങനെ ഒരു രസം ഉണ്ടാക്കി നോക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.